നമസ്കാരം. വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിന്റെയും ഒരു മരണത്തിന്റെയും വാർത്ത നമ്മെ തേടിയെത്തിയത് ഇന്നലെ രാത്രിയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ വീടിന് തൊട്ടടുത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കുട്ടമ്പുഴയിൽ എൽദോസ് എന്നയാൾ മരണമടഞ്ഞു. അതിക്രൂരമായുള്ള ആക്രമണമാണ് എൽദോസിന് നേരിടേണ്ടി വന്നത് എന്നതിന്റെ റിപ്പോർട്ടുകളൊക്കെ അല്പസമയം മുൻപ് പുറത്തു വന്നു. സ്ഥിരമായി വന്യമൃഗശല്യമുള്ള മേഖലയാണ് കുട്ടമ്പുഴ. ഇത്തരം പരാതികളൊക്കെ അധികൃതരുടെ മുന്നിലേക്ക് നാട്ടുകാർ വച്ചിട്ട് കാലങ്ങൾ കുറേയായി. എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായൊരു സംഭവം, അതിൻ്റെ ഇരയായി ഇപ്പോൾ എൽദോസ് മാറിയിരിക്കുന്നു. ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി തന്നെ ട്രെഞ്ചിങ് നടക്കുന്നു. കൂടാതെ വഴിവിളക്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകുമെന്ന് പറയുന്നു. ഫെൻസിങ്ങിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിനായി എൽദോസിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. കോതമംഗലംകാർക്ക് ഇന്ന് ആശങ്കയാണ്, കുട്ടമ്പുഴക്കാർക്ക് ആശങ്കയാണ്. നേര്യമംഗലത്ത് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിനി മരണമടഞ്ഞിരുന്നു. കൂടാതെ ഒരു വർഷം മുൻപാണ് ഇന്ദിര എന്ന വയോധിക കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞത്. അങ്ങനെ ഒട്ടേറെ മരണങ്ങളുടെ കണക്കുകളാണ് ഇവർക്ക് പറയാനുള്ളത്. ഇവരുടെ ജീവന് വിലയില്ലേ എന്നിവർ ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ വലിയ ജനകീയ പ്രതിഷേധത്തിനിവിടം വേദിയായിരുന്നു. വനംവകുപ്പ് മന്ത്രി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഇവർ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ? ഈ പ്രശ്നത്തിന് പരിഹാരമില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കോതമംഗലത്ത് നിന്നാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരിലേക്ക് തത്സമയം ചേരുന്നത്. നമുക്കൊപ്പം കുട്ടമ്പുഴ നിവാസികളായ ഒട്ടേറെ പേർ ചേരുന്നുണ്ട്. മറ്റ് ആളുകൾ, കുട്ടമ്പുഴ നിവാസികൾ എല്ലാവരും ഇന്ന് വലിയൊരു പ്രതിഷേധത്തിലാണ്, ജനകീയ പ്രതിഷേധത്തിലാണ്. അവർ DFOയിലേക്ക് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ന്യൂസ് ഈവനിംഗ് ചർച്ച ആരംഭിക്കുകയാണ്. സ്വാഗതം പ്രേക്ഷകർക്ക്. നമുക്കൊപ്പം കുട്ടമ്പുഴ നിവാസികൾ ചേരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി സിജിമോൻ ഫ്രാൻസിസ്, ജനറൽ സെക്രട്ടറിയാണ് ഫാം എന്ന സംഘടനയുടെ, അതായത് ഫാമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറിയാണ് സിജിമോൻ ഫ്രാൻസിസ്. ഒപ്പം തന്നെ നാട്ടുകാരുമുണ്ട്. ആദ്യം സിജിമോൻ ഫ്രാൻസിസ്, ഇന്നിപ്പോൾ വലിയൊരു ജനകീയ പ്രതിഷേധം ഇവിടെ നടക്കുകയുണ്ടായി. അതിൽ ഞാൻ കണ്ട ഒരു വരി, വന്യമൃഗങ്ങൾക്കും ഒപ്പം വനം വകുപ്പിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ കണ്ടത്. എന്തുകൊണ്ടാണ് ഈ വനം വകുപ്പിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നൊരു ടാഗ് ലൈൻ നിങ്ങൾക്ക് നൽകേണ്ടി വന്നത്? അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാത്രികാലങ്ങളിൽ വന്യമൃഗവും പകൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്ത ഒരു മേഖലയിലാണ് ഇന്ന് ഈ കുട്ടമ്പുഴ പോലെയുള്ള പ്രദേശം നിലനിൽക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു മരണം ഉണ്ടാകുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികളെയും പോലീസ് ഫോഴ്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ട് വളരെ പെട്ടെന്ന് ആ സിറ്റുവേഷൻ അങ്ങോട്ട് സോൾവ് ചെയ്തിട്ട് ബോഡിയും കൊണ്ട് പോകുന്നു. എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഞങ്ങൾ സർക്കാരിലേക്ക് ശുപാർശ കൊടുത്തിട്ടുണ്ട്, ആശ്രിതർക്ക് ജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. പക്ഷേ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു കാലഘട്ടം നമ്മൾ എടുത്താൽ, ഈ 2014 കുഞ്ചിപ്പാറ ഏകാധ്യാപക സ്കൂളിലെ ലിസി ബെന്നി എന്ന് പറഞ്ഞ ഒരു ടീച്ചറിനെ ആന ചവിട്ടി കൊന്നത് മുതലാണ് ഈ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര ആരംഭിക്കുന്നത്. അതിനുശേഷം 2017 പൂയംകുട്ടിയിൽ വേങ്ങൂരാൻ ജോണിയെ ആന ചവിട്ടിക്കൊല്ലുന്നു. 2022 നമ്മുടെ നളിനി എന്ന് പറഞ്ഞ ആളെ മാമലക്കണ്ടത്തിൽ ചവിട്ടിക്കൊല്ലുന്നു. അതിനുശേഷം നമ്മുടെ പിണമൂർക്കുടിയിലെ സന്തോഷം എന്ന് പറഞ്ഞ ആളെ ആന ചവിട്ടിക്കൊല്ലുന്നു. ഈ സന്തോഷിൻ്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും പരിതാപകരമായൊരവസ്ഥ. 19ാമത്തെ വയസ്സിൽ അനാഥനായി പോയ സന്ദീപ് എന്ന് പറഞ്ഞ മകനാണിനുള്ള ഈ പറഞ്ഞ സന്തോഷിനുള്ളത്. ഈ അനാഥനായി പോയ ആദിവാസി ബാലന് അതിൻ്റെ കോമ്പൻസേഷൻ പോലും കറക്റ്റ് സമയത്ത് കൊടുക്കാതെയാണ് വനം വകുപ്പ് അത് സെറ്റിൽ ചെയ്തത്. എന്നിട്ട് ജനകീയ ആവശ്യത്തെ തുടർന്ന് അവന് വനം വകുപ്പിൽ ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആന വാച്ചറുടെ ജോലി കൊടുത്തു. അതായത് 19 വയസ്സുള്ള ഒരു സാധാരണ ഒരു നിഷ്കളങ്കനായ ഒരു പയ്യൻ്റെ അച്ഛനെ ആന ചവിട്ടി പഴന്തുണി പോലെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവന് ജോലി കൊടുത്തത് ആന വാച്ചറുടെ ജോലി. 15 ദിവസം ഏറുമാടത്തിൽ പോയി ആന വാച്ചറായിട്ട് ജോലി ചെയ്തിട്ട് ആ 15 ദിവസത്തെ ശമ്പളം വാങ്ങാതെ ആ മനുഷ്യൻ കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ടും അവർക്ക് 1 ലക്ഷം രൂപയാണ് അന്ന് പറഞ്ഞതനുസരിച്ച് സംഭവം നടന്ന് അന്ന് കൊടുത്തത്. പിന്നീട് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ആ മനുഷ്യനെ, അത് ഞങ്ങളുടെ ഒരു സഹോദരനായിട്ട് അവനെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് സർക്കാരിൽ നിന്ന് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വൈൽഡ് ലൈഫ് അറ്റാക്കിൻ്റെ കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ ഈ ED എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ അപേക്ഷിച്ചില്ലെങ്കിൽ അത് പിന്നീട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഭരണാനുമതിയൊക്കെ മേടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആദിവാസി ബാലനാഥൻ അവനെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് പ്രത്യേകിച്ച് അതൊരു വിഷയമായിട്ട് എടുത്തിട്ടാണ് അവന് 9 ലക്ഷം രൂപ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓർത്തോണം, ഈ പറഞ്ഞിരിക്കുന്ന അച്ഛൻ നഷ്ടപ്പെട്ട ഈ അനാഥ ബാലന് സമയത്ത് ഓൺലൈൻ പോർട്ടലിൽ ഒരു അപേക്ഷ കൊടുക്കാൻ പോലും ഇവിടുത്തെ റവന്യൂ അധികാരികളും
വനം വകുപ്പ് അധികാരികളും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അധികാരികളൊന്നും പരിശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ താമസ സ്ഥലത്ത് വന്ന് ചവിട്ടി കീറി നശിപ്പിച്ച് കളയുന്ന മനുഷ്യൻ്റെ ആശ്രിതരോട് പോലും ഒരു മര്യാദയും ഒരു മാന്യതയും കാണിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടത് മറ്റൊരു മൃഗമാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പെട്ട് കിടക്കുന്ന ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് മാനസികമായിട്ടുള്ള വിഭ്രാന്തിയും അതിൻ്റെ ആ സാഹചര്യങ്ങളോടുള്ള പ്രതികരണമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു മനുഷ്യനോടുള്ള ഒരു സഹജീവിയോടുള്ള ഒരു പ്രതികരണം പോലും ഇല്ലയെന്ന് വരുന്നു. ഏറ്റവും ഒരു കോയിൻസിഡൻ്റ് എന്ന് പറയുന്നത് ഈ സന്ദീപിൻ്റെ കേസിൽ ഞങ്ങൾ ഈ 19 വയസ്സുള്ള പയ്യനാണല്ലോ, അവനൊരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചു. സർക്കാർ നിലവിൽ അതിനുള്ള നിയമമില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ അവർക്ക് താല്പര്യമില്ല. കാരണം വനം വകുപ്പിലെ വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് തന്നെ മരണപ്പെട്ട ഒട്ടേറെ പേർക്ക് സർക്കാരിൽ ജോലി കൊടുത്തതിൻ്റെ കണക്കിപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ പയ്യന് പോലും ജോലി കൊടുത്തില്ല. ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു. അതൊരു പതറ്റിക് സിറ്റുവേഷനാണ്, ഈ പയ്യൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇടപെടലോട് കൂടി ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് വന്നു, ഈ പയ്യൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന്. എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത കത്തിൻ്റെ മറുപടി ഞങ്ങൾക്ക് തന്നത് മൂന്നാർ DFO നിങ്ങൾക്ക് അർഹതപ്പെട്ടതൊക്കെ തന്നിട്ടുണ്ട്, കൂടുതൽ അവകാശപ്പെടാനില്ല എന്ന്. വളരെ കോയിൻസിഡൻ്റലായിട്ട് പറയുകയാണ്, ഈ ഒരു വിഷയം ഇന്ന് ഹൈക്കോടതിയുടെ ബെഞ്ചിൽ കയറിയിരിക്കുകയാണ്. സന്ദീപിന് ഒരു ജോലി കൊടുക്കണമെന്നും അവന് അർഹതപ്പെട്ട കോമ്പൻസേഷൻ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഹർജി ഇന്ന് അവിടെ കയറിയിട്ടുണ്ട്, ഹൈക്കോടതിയിൽ കയറിയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ പറയാനുള്ളത്, ഈ പറഞ്ഞ എൽദോസ്, മരണപ്പെട്ട എൽദോസിന് ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ ഭർത്താവിന് ഭാഗികമായിട്ടാണ് കാഴ്ചയുള്ളൂ. ഇപ്പോൾ 150 കിലോമീറ്ററോളം ദൂരെയാണ് പെങ്ങളെ കെട്ടിച്ചയച്ചിരിക്കുന്നത്. ഇനി പെങ്ങൾ വേണം വിവാഹം കഴിക്കാത്ത മരണപ്പെട്ടു പോയ ഈ എൽദോസിൻ്റെ അച്ഛനെയും അമ്മയും നോക്കാനായിട്ട്. ഈ എൽദോസിൻ്റെ പെങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. സന്ദീപിനോടൊപ്പം ബഹുമാനപ്പെട്ട നീതിപീഠത്തിലേക്ക് നമ്മുടെ എൽദോസിൻ്റെ കേസും കൂടെ കയറുകയാണ്. അടുത്ത 1-2 ആഴ്ചയ്ക്കുള്ളിൽ കേരളത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു മൂവ്മെൻറ്റാണ്. അതായത് മറ്റു പല ആക്സിഡൻറ്റിലും, മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമ്പത്തിക സ്റ്റാറ്റസും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സ്റ്റാറ്റസും ഒക്കെ നോക്കിയിട്ടാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. പക്ഷേ വനം വകുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗൻവാടി ടീച്ചറെ ആന ചവിട്ടി കൊന്നാലും ഒരു IAS ഓഫീസറെ ആന ചവിട്ടി കൊന്നാലും 10 ലക്ഷം രൂപ കൊടുക്കും. സുപ്രീം കോടതി എത്രയോ തവണ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവന് വിലയിടാൻ സർക്കാരിനൊന്നല്ല ഒരു ഏജൻസിക്കും അധികാരമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവന് വിലയിടാൻ യാതൊരു അധികാരവും സർക്കാരിനില്ലെന്നും അദ്ദേഹത്തിൻ്റെ കൃത്യമായ കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ MACT പോലെയുള്ള ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്നുള്ള കേസ് ഇന്ന് ബഹുമാനപ്പെട്ട നീതിപീഠത്തിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട്. ആ സന്ദീപിനോടൊപ്പം ഞങ്ങളുടെ ഒരു സഹോദരിയായിട്ട് നമ്മുടെ ഈ എൽദോസിൻ്റെ സഹോദരിയും കൂടെ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിലേക്ക് ക്ലബ് ചെയ്യുകയാണ്. എന്താണെങ്കിലും നമുക്ക് കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ ഈ പറഞ്ഞിരിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളുടെ ഒരു ചരിത്രം മാറുകയാണ്, ഗതി മാറുകയാണ്. കാരണം ഇവർ വന്യമൃഗ ആക്രമണങ്ങളിൽ മരണപ്പെടുന്ന ആൾക്കാർക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിൻ്റെ ചെക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ പരിപാടി തീർന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ആ പെട്ടുപോകുന്ന ആൾക്കാർ ആശ്രിതർക്ക് എന്തുമാത്രം കടബാധ്യതകളുണ്ട്, വീട് ലോണിലാണോ, മക്കൾ പഠിക്കേണ്ടതുണ്ടോ? താങ്കൾ കുട്ടമ്പുഴ നിവാസിയാണ്, പേര്? എന്റെ പേര് ഷൈജൻ എന്നാണ്. ഞാൻ ഈ കുട്ടമ്പുഴ നിവാസികൾ ഇത് കാലങ്ങളായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് കാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു നിങ്ങളുടെ പ്രശ്നം, യഥാർത്ഥ പ്രശ്നം എന്താണ്? അത് നിങ്ങൾ അധികാരികളുടെ മുന്നിലേക്ക് വച്ചിട്ടുണ്ട്, പക്ഷേ അതിനൊരു തരത്തിലും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ്. ഒരു രീതിയിലുള്ള നടപടികളും ഞങ്ങൾക്ക് ഇതുവരെ ഒരു നീതിയും സർക്കാരിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് വനംവകുപ്പിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കാരണം കാലങ്ങളായി ഇവിടെ സിജിമോൻ സൂചിപ്പിച്ചതുപോലെ 2014 മുതൽ വന്യമൃഗശല്യത്താൽ വളരെ ആശങ്കയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾ രാവിലെ സ്കൂളിലോട്ട് പോകുന്നു, അവർ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾക്ക് ആശങ്കയാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായി 8:30-ക്കാണ് ഈ എൽദോസ് മരണപ്പെടുന്നത്. ആ നിമിഷം വരെ, ഈ നിമിഷം വരെ ഒരു പോളെ കണ്ണടയ്ക്കാതെ ഞങ്ങൾ എൽദോസിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയായിരുന്നു. കാരണം വളരെ വിഷമമുണ്ട്, വലിയ ആശങ്കയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം സർക്കാരിന്റെ ഉദ്യോഗസ്ഥരോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണു തുറക്കുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടും, എന്തിനാണ് ഇങ്ങനെ വനം വകുപ്പ് മന്ത്രി രാജിവെക്കട്ടെ. അദ്ദേഹത്തിന് ഈ പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തേക്ക് പോകട്ടെ. ഇതിന് കഴിവുള്ള ആളുകൾ വേറെയുണ്ട്. സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഇടമാണല്ലോ ഇതെല്ലാം. അവിടെ ഒരു വഴിവിളക്ക് പോലും ഇല്ല എന്ന് പറയുന്നത് എത്രത്തോളം ദൗർഭാഗ്യകരമാണ്. ഇതൊക്കെ ഞങ്ങൾ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു വഴിവിളക്കില്ല. 6 മണിക്ക് ശേഷം ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുവാനോ അല്ലെങ്കിൽ സഞ്ചരിക്കുവാനോ ഉള്ള യാതൊരു നിയന്ത്രണങ്ങളും അവിടെ ഇല്ല. കാരണം വഴിവിളക്ക് ഉണ്ടെങ്കിൽ ഈ അപകടം ഇന്നലെ നടക്കില്ലായിരുന്നു. കാരണം പലവട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് അവിടെ വഴിവിളക്ക് ഇടണമെന്ന്. അതുപോലെ തന്നെ അവിടെ ഫെൻസിംഗ് ഇല്ല. അത് വന്യമൃഗങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള ഫെൻസിങ് സംവിധാനം ഒന്നും അവിടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടില്ല. 65ഓളം വീടുകൾ ഉള്ള ഒരു മേഖലയിലാണ് അപകടം നടന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണ് നിലവിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്.
അവിടെ ഈ ആന നിൽപ്പുണ്ടെന്ന് 2-3 ആളുകൾ അവിടെ പറഞ്ഞതാണ്. സാറേ, അവിടെ ആന നിൽക്കുന്നുണ്ട്, അവിടെ ഒരിക്കൽ പോകുന്ന ആളുകളോടൊന്ന് പറയണം. അതുപോലും ഗൗനിക്കാൻ താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥരല്ല ഇന്ന് അവിടെ നിൽക്കുന്നത്. എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്? ഞങ്ങൾക്ക് ഇതിനൊരു കൃത്യമായ മറുപടി കിട്ടിയേ പറ്റൂ. ഈ ആന സ്ഥിരമായുള്ള ഇടമാണ്, ഫോറസ്റ്റ് സ്റ്റേഷന് തൊട്ടടുത്ത് വെച്ചാണ് ഈ അപകടം നടന്നതും. അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ എന്ത് ചെയ്യുകയാണ്? ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. ഉദ്യോഗസ്ഥർ ഞങ്ങൾക്കൊന്നും അറിയില്ല. അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡീസലില്ല, വാഹനത്തിന് ഡീസലില്ല, ഞങ്ങൾക്ക് അതിനുള്ള എക്വിപ്മെന്റ് ഇല്ല ആനയെ ഓടിക്കാൻ. അതാണ് അവർ പറയുന്ന ഒരു കാര്യം. എന്തിനാണ് സർക്കാർ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്? അതാണ് ഞങ്ങളുടെ ആശങ്ക. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടേ മതിയാവൂ, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകാനാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ തീരുമാനം. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഇറങ്ങും. അതിനുവേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് എത്രയും വേഗം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വഴിവിളക്ക്, താങ്കളും ഈ നാട്ടുകാരൻ തന്നെയാണ് അല്ലേ? ഇപ്പൊ ഈ വഴിവിളക്ക് സ്ഥാപിക്കുന്നത് അത് വളരെ പ്രധാനമാണ്. ഇന്നലെ ഇപ്പൊ എൽദോസ്, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ എൽദോസ് ഈ ആന അവിടെ നിൽപ്പുണ്ട് എന്നുള്ളത് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും കണ്ടിട്ടില്ല. ഒരു വഴിവിളക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കണ്ടേനെ, ഒരുപക്ഷെ പിന്തിരിഞ്ഞു പോകാൻ അദ്ദേഹത്തിന് പറ്റിയേനെ അല്ലെ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം ആന കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അവിടെ വഴിവിളക്ക് ഒരു വർഷം മുമ്പ് വഴിവിളക്ക് ഇട്ടിട്ടുണ്ട് അവിടെ. പക്ഷേ ആ സാധനം കംപ്ലൈന്റ് ആയി കേടായി പോയതാണ്. അത് മാറ്റാനോ അതിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാനോ പഞ്ചായത്തോ ഒപ്പം തന്നെ ഈ വനം ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. നിങ്ങൾ ഇന്നലെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടാവും, പെൻസിലിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ആന നശിപ്പിച്ചതാണ്. ഈ ആനയുണ്ടെന്ന് ഇപ്പൊ ഷൈജൻ പറഞ്ഞതുപോലെ ആനയുണ്ടെന്ന് ഫോറസ്റ്റുകാരോട് അറിയിച്ചതാണ്. ഇവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ ജോലി? ഇവർക്ക് മനുഷ്യരെ സംരക്ഷിക്കുന്നതാണോ ഇവരുടെ ജോലി? അതെയോ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇത് മാറ്റിയിരിക്കുകയാണോ എന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം. മാഡം, കുട്ടമ്പഴയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും, ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആനയുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല എന്നാണ് ഇവർ ആണയിട്ട് പറയുന്ന കാര്യം. നിങ്ങൾ കുട്ടമ്പടിക്കൊന്ന് വന്നാൽ മതി. വൈകുന്നേരം ഒരു 5 മണി സമയത്ത് ആ പുഴയുടെ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൂട്ടത്തോടെ ആന ഇറങ്ങി. മുതിർന്ന ആനകൾ മാത്രമല്ല, കുഞ്ഞുങ്ങളടക്കമാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ആനയുടെ പെരുപ്പം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? അത് 1-2 കുഞ്ഞുങ്ങളല്ല, രാത്രിയാകുമ്പോൾ ഒരു കൂട്ടത്തോടെയാണ് ആന വരുന്നത്, കുഞ്ഞുങ്ങളടക്കമാണ് വരുന്നത്. ഞങ്ങൾക്ക് സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ് കുട്ടമ്പഴ എന്ന് പറയുന്നത്. പാവപ്പെട്ട മനുഷ്യൻ രാത്രിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. പേടിച്ചിട്ട് മാഡം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ, വേദനയോടെ പറയട്ടെ, നിഷ്ക്രിയമായിട്ടാണ് ഈ ഗവൺമെന്റ് ഇടപെടുന്നത്. വനംവകുപ്പ് നിഷ്ക്രിയമാണ്. എന്തോ മാഡം? വനംവകുപ്പ് നിഷ്ക്രിയമാണ്. തീർച്ചയായിട്ടും അതിന്റെ തെളിവല്ലേ ഞങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ എന്ന് പറയുന്നത്. ഈ അവിടെ ഒരു RRT എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല. റേഞ്ചറോട് പല പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾക്ക് അതിനുള്ള വാഹനമില്ല. ഷൈജൻ പറഞ്ഞ പോലെ അവിടെ ഡീസൽ അടിക്കാനുള്ള സംവിധാനമില്ല. ഇന്നലെ വണ്ടി വന്നു, അത്ര നേരമായിട്ട് ഒരു ലൈറ്റ് പോലും അവിടെ ഇടാനില്ല. ഫോറസ്റ്റുകാരുടെ വണ്ടി ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈറ്റ് ഇടാൻ അവരിൽ ഡീസലില്ല. അവസാനം കോതമംഗലത്ത് വന്നതിന് ശേഷമാണ് 20-22 കിലോമീറ്റർ ദൂരെ വന്ന് ഡീസൽ വാങ്ങിച്ചപ്പോഴാണ് ഫോറസ്റ്റുകാരുടെ വണ്ടി ലൈറ്റ് ഇടാനായിട്ട് അവിടെ സാധിച്ചത്. അവർ പറയുന്നത് ഗവൺമെന്റ് ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത് ഗവൺമെന്റ് ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്ന പൗരന്മാരാണ്. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, രാജിവെക്കൂ സാർ. ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾ തന്നെ രക്ഷിച്ചോളാം, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. ഇങ്ങനെ ഒരു മന്ത്രിയെ കൊണ്ട് ഞങ്ങൾക്ക് എന്തു ഗുണം? അതെ, ഇതിപ്പോ ഈ RRTയുടെ കാര്യം സിജു, അത് എനിക്ക് തോന്നുന്നു മൂന്നാറിൽ നിന്ന് വരേണ്ടുന്ന ഒരു അവസ്ഥ, അങ്ങനെ ആ തരത്തിലേക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടോ? ഇതിൽ ഈ വനം വകുപ്പിൻ്റെ, റവന്യൂ വകുപ്പിൻ്റെ അടക്കമുള്ള, അതായത് ഡിസ്ട്രിക്ട് കളക്ടറുടെ അടക്കമുള്ള ഒരു ഏകോപനത്തിൻ്റെ ഒരു വലിയ വിഷയം കാണുന്നുണ്ട്. കാരണം കുട്ടമ്പഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടേക്കാട് പക്ഷിസങ്കേതം ഇരിക്കുന്ന ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ കീഴിലും അതോട് ചേർന്ന് പുയ്യൻകുട്ടി പോലെയുള്ള പ്രദേശങ്ങൾ മലയാറ്റൂർ DFOയുടെ കീഴിലും തട്ടേക്കാട് പാലത്തിനിക്കരെ കോതമംഗലം DFOയുടെ കീഴിലുമാണ്. ഈ 3 DFOയുടെ കീഴിൽ വരുന്ന ഈ പ്രദേശത്ത് കുട്ടമ്പഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ ഒരു RRT ടീം ഉണ്ടായിരുന്നെങ്കിൽ പുയ്യൻകുട്ടി, ഉരുളന്തണ്ണി പോലെയുള്ള എല്ലാ പ്രദേശങ്ങളും കവർ ചെയ്യുമായിരുന്നു. അതേസമയം ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എൽദോസ് മരണപ്പെട്ട് കിടക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ നേരിമംഗലം റേഞ്ച് ഫോറസ്റ്റിന് കീഴിലാണ്. അവർക്ക് ഒരു RRT ടീമിനെ ഇവിടെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം കുട്ടമ്പുഴ ടെറിട്ടോറിയൽ ഫോറസ്റ്റിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു RRT ടീമിനെ കൊടുക്കുകയും, RRT ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സർക്കാർ സംവിധാനങ്ങൾ പറയുന്ന RRT വണ്ടി പോരാ. നമുക്ക് RRT വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഏത് മലയുടെ മുകളിലും വലിഞ്ഞു കയറുന്ന ഗിയർ സംവിധാനമുള്ള വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ഭീഷണിയായിട്ട്, ജീവന് ഭീഷണിയായിട്ട് ഇറങ്ങി വരുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ഫേസ് ചെയ്യാനുള്ള വെപ്പൺസൊക്കെ വേണം.
ഇവരുടെ കയ്യിൽ ഈറ്റക്കോലും റബ്ബറുണ്ടയും മാത്രമാണുള്ളത്. ഈറ്റക്കോലും റബ്ബറുണ്ടയും വെച്ചുകൊണ്ട് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ RRT എന്നെങ്ങനെയാണ് പറയുക? ഇനി ഇവർ ഫണ്ടില്ല എന്ന് പറഞ്ഞു, ഡീസൽ പോലും അടിക്കാൻ ഫണ്ടില്ല എന്ന് പറയുന്നു. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് ഒരു ശകലം നടക്കാനുള്ള ദൂരമുള്ളൂ കോതമംഗലം DFOയുടെ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുകളിൽ തൊട്ട് പുറകിലായിട്ട് 5000-ന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്യൂട്ട് റൂം പോലത്തെ ഒരു സാധനം പണിതിരിക്കുകയാണ്. അതായത് വനം വകുപ്പിന് കിട്ടുന്ന ഫണ്ട് അലോക്കേഷൻ മുഴുവനും ഈ പറഞ്ഞിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ട് സാധാരണക്കാരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ ബോഡിയിലേക്ക് വെട്ടം അടിക്കാൻ വേണ്ടി പോലും ഡീസലില്ല എന്ന് പറയുന്ന അത്രയും ഗതികെട്ട ഒരവസ്ഥയൊന്നും വനം വകുപ്പിന് ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അത് മനസ്സില്ല എന്ന് പറയും. ഞാനൊന്ന് പറയട്ടെ, ഒറ്റ കാര്യം പറയട്ടെ. ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു രേഖയിൽ ഈ 25/11/2024 അടൂർ പ്രകാശ് പാർലമെൻറ്റിൽ എഴുതി ചോദിച്ച കേരള സംസ്ഥാനത്തിന് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അടക്കം കൊടുത്തിരിക്കുന്ന കേന്ദ്ര ഫണ്ടിനെക്കുറിച്ച് വിവരം ചോദിച്ചിരുന്നു. അതിനകത്ത് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിലും പ്രൊജക്റ്റ് എലവൻറ്റിലും പ്രൊജക്റ്റ് ടൈഗറിലുമായിട്ടാണ് കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നത്. ഈ ഐറ്റത്തിൽ, ഈ 2 ഐറ്റത്തിൽ കൊടുത്തിരിക്കുന്ന ഫണ്ടുകളുടെ കണക്ക് കൃത്യമായിട്ട് അടൂർ പ്രകാശിന് കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേക്ക് പോകാം. 2021-22 295.77 ലക്ഷം, 2022-23 224.47 ലക്ഷം, 23-24 921.03 ലക്ഷം. അത് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഈ പ്രൊജക്റ്റ് ടൈഗറും പ്രൊജക്റ്റ് എലഫൻറ്റിനുമായിട്ട് കൊടുത്തിരിക്കുന്നത് 2021-22 862.78 ലക്ഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗഡു 2021-22 കൊടുത്തിരിക്കുന്നത് 580.96 ലക്ഷം. 22-23 ആദ്യത്തെ ഗഡു 417 ലക്ഷം, രണ്ടാം ഗഡു 470.09 ലക്ഷം, 23-24 996.22 ലക്ഷം. ഇത്രയും പണം കേന്ദ്രം കൊടുത്തിരിക്കുന്നതാണ്. അത് കൂടാണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് വരുന്നത്. ഈ കിട്ടുന്ന പണം മുഴുവനും ദൂർത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. സാധാരണക്കാരൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി ഇവരുടെ ഈ ഫണ്ടില്ല എന്നാണ് പറയുക. വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പോലും ഫണ്ടില്ല എന്ന് പറയുക. ഇത് ആരോടാണ് പറയാവുന്നത്? ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഏതെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ടില്ല എന്നോർത്ത്? 65, 70, 80,000 കണക്ക് രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് വേറെ ശമ്പളവും കിട്ടുന്നുണ്ട്. അതൊന്നും നമുക്കങ്ങനെ ഓപ്പണായിട്ട് പറയാൻ കഴിയില്ല. അവരുടേതായ കാര്യങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല. സാധാരണക്കാരൻ്റെ കാര്യങ്ങൾക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് ചെയ്യുകയാണ്. കൃത്യമായിട്ട് സുപ്രീം കോടതി ഡയറക്ഷനുണ്ട്. ഫണ്ടില്ല എന്നൊരു ഭരണ സംവിധാനം ഒരിടത്തും പറയാൻ പാടില്ല. ഫണ്ട് ഉണ്ടാക്കാനാണ് ജനങ്ങൾ അവൻ്റെ കയ്യിൽ മഷി പറ്റിച്ച് നിങ്ങളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫണ്ട് ഉണ്ടാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ അധികാരം ഒഴിഞ്ഞ് വീട്ടിൽ പോകണമെന്ന് എത്രയോ തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ? ശരി, അപ്പോൾ അതാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. അത് മാത്രം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉള്ള ഒരിടം. എന്നാൽ അവരുടെ മറ്റ് ചില പ്രവൃത്തികൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ്. അത് തെളിവ് സഹിതം ഇവർ വിശദീകരിക്കുകയാണ്. ഒപ്പം തന്നെ ഫണ്ടില്ല എന്നൊക്കെയുള്ളതിനും രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് ഖണ്ഡിച്ചുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ വ്യക്തമാക്കുമ്പോൾ ഇവിടെ എന്താണ് പിഴവ് സംഭവിക്കുന്നത്, ആർക്കാണ് പിഴവ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട്, ഇതിന് ഉത്തരവാദികൾ ആര് എന്നൊക്കെയുള്ള ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ്. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം. ഇപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്താണ്. ഈ താലൂക്കിലെ ഏതാണ്ട് 6 പഞ്ചായത്തുകൾ നിലവിൽ വന്യമൃഗ ഭീഷണിയിലാണ്. ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള കുട്ടമ്പഴയിൽ നിന്നാണ് ഇന്നലെ ഒരാളുടെ മരണം നമ്മൾ കേട്ടത്. തുടർച്ചയായി കാട്ടാനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ഒക്കെ ശല്യം ഇവിടെ നിന്ന് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധികാരിയുടെ ശ്രദ്ധയിലേക്ക് നാട്ടുകാർ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു നടപടിയിലേക്കും, ഒരു വഴിവിളക്ക് സ്ഥാപിക്കുന്നതിലേക്ക് പോലും അധികാരികൾ കടന്നു ചെന്നിട്ടില്ല എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടുത്തുകാർ. ഒരിക്കൽ കൂടി നമ്മൾ ഈ വിഷയം, എന്താണ് ഇവരുടെ ആശങ്ക എന്നത് പരിശോധിക്കുകയാണ്. കുട്ടമ്പഴയിൽ താമസിക്കുന്നയാളാണ് അല്ലേ? പേരെന്താണ്? പേര് സിജി. എന്താണ് ഇവിടെ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭീതി എന്താണ്? ആന തന്നെയല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആനയുടെ ഭീഷണി ഉണ്ടായ ഒരു വലിയ ദുരന്തത്തിലൂടെ നമ്മളത് കണ്ടു കഴിഞ്ഞു. നമ്മൾ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള ഒരു സ്ഥലം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത്രയും സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും സർക്കാർ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടില്ല, വനം വകുപ്പ് സ്ഥാപിച്ചിട്ടില്ല. അവിടെ നാട്ടുകാർ ഒരു ഫണ്ടുണ്ടാക്കി ആ ഫണ്ട് മൂലം അവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ വന്യമൃഗങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാകുമെന്നും പറഞ്ഞുകൊണ്ട് ആ ലൈറ്റ് സംവിധാനങ്ങളെല്ലാം ഓഫ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് സന്ധ്യയായി കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റില്ല. പകൽ പോലും വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് റോട്ടിൽ നോക്കാൻ പറ്റില്ല, സൈഡിൽ ആന നിൽപ്പുണ്ടോ എന്ന് നോക്കിയാണ് വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. അതായത് ഇതിവിടെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഇരുട്ട് ആകും അല്ലേ? അങ്ങനെ ഒരു കാടും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ലൈറ്റ് എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ്. ചുറ്റും വനമാണല്ലോ. അപ്പോൾ എവിടെ എപ്പോൾ നോക്കിയാലും ഒരു പകൽ സമയത്ത് പോലും ഇരുളിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ നമുക്ക് പകൽ പോലും നടക്കാൻ പറ്റില്ല. പകൽ പോലും ആനയുടെ ശല്യം വളരെ വലുതാണ് അവിടെ.
നട്ടുച്ചയ്ക്ക് പോലും അതിലൂടെ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിന് വട്ടം നടക്കണേ. നമുക്ക് പകൽ പോലും വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എത്തുമോന്ന്, സ്കൂൾ ബസ്സിനാണ് എങ്കിൽ പോലും ആ സ്കൂൾ ബസ്സിന് നേരെ ആക്രമണം ഉണ്ടാവുമോ എന്നുള്ള ഭയമാണ് നമുക്കുണ്ടാകുന്നത്. എവിടെയെങ്കിലും ഒരു ഫോറസ്റ്റുകാരൻ ഈ ആക്രമണത്തിൽ മരിച്ചതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാട്ടുകാരല്ലാതെ പാവപ്പെട്ട ജനങ്ങളല്ലാതെ ആരും മരിച്ചിട്ടില്ല. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും മരിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ആന അവിടെ നിൽപ്പുണ്ട് എന്ന് ഫോറസ്റ്റ് സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ആ സ്ഥലത്തേക്ക് എത്തി നോക്കിയിട്ടില്ല. അതാണ്. അപ്പൊ നിങ്ങൾ ഈ പകൽ സമയത്ത് പോലും ഇത്ര വലിയ ഭീതിയിലാണ് എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ്. തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്ക് അതിന് സമയമില്ല. അവർക്ക് ഫോണിൽ തൊണ്ടുകൊണ്ടിരിക്കുക, സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ കയറിയിരുന്ന് മറ്റു കാര്യങ്ങൾ ആസ്വദിക്കുക. അല്ലാതെ നാട്ടുകാരുടെ ജീവനോ പാവപ്പെട്ടവൻ്റെ ജീവനോ സ്വത്തിനോ അവർക്ക് സംരക്ഷണം നൽകാൻ സമയമില്ല. ഫണ്ടില്ല. എല്ലാ കാര്യത്തിനും അവർക്ക് ഫണ്ടില്ല. അവരുടെ കാര്യങ്ങൾക്ക് ഫണ്ടുണ്ട്. അതെ, ഇപ്പൊ ഈ ഏറ്റവും ഒടുവിലായിട്ട് അടിയന്തരമായി തന്നെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലോ. താങ്കൾ കുട്ടമ്പുഴക്കാരനാണ്. അതെ അതെ അതെ. ട്രെഞ്ചിങ് നടക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പണി അവിടെ നടക്കുകയാണ്. വഴിവിളക്ക് സ്ഥാപിക്കുന്നതിലേക്ക് വേഗം തന്നെ കാര്യങ്ങൾ പോകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫെൻസിങ്ങിന്റെ കാര്യത്തിലൊക്കെ അടിയന്തരമായ ഒരു ഇടപെടലിലേക്ക് പോവുകയാണ്. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഈ നടപടിയെ കാണുന്നത്? ഇതിനു മുമ്പ് ഓരോ തവണ ആളുകൾ മരിക്കുമ്പോഴും അല്ലെങ്കിൽ ആന കൊല ചെയ്യപ്പെടുമ്പോഴും ഇവർ വരും, ട്രെഞ്ച് താത്താം, ഫെൻസിങ് ചെയ്യാം, എല്ലാ സംവിധാനങ്ങളും ഒരുക്കാമെന്ന് പറയും. നാളെ ഇതുവരെ ഒരു ഫെൻസിങ് അവിടെ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ട്രെഞ്ചിങ്ങിന്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഫെൻസിങ് ഉണ്ടാക്കുന്നതിലേക്ക് പോകും, വഴിവിളക്ക് സ്ഥാപിക്കുമെന്ന് പറയുന്നു. അപ്പൊ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയില്ല. കാരണം ഇതിനു മുമ്പ് ഒരു രേഖാമൂലം എഴുതി തന്നിട്ടുണ്ട് പലതവണ, ട്രെഞ്ച് താത്താമെന്നും ഫെൻസിങ് ചെയ്യാമെന്നും. ഇനി പുഴകളുടെ സൈഡിലൊക്കെ ഫെൻസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും പരിപാലിക്കപ്പെട്ടിട്ടില്ല. ഫെൻസിങ് വന്നു, അത് ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ കാട് കയറി അല്ലെങ്കിൽ ആന തന്നെ മറ്റും മരങ്ങളൊക്കെ തള്ളിയിട്ട് അത് നശിപ്പിച്ച് കളയും. ഇതൊന്നും പരിപാലിക്കപ്പെടുന്നില്ല. ഇട്ട് തരുമെന്ന് യാതൊരു പ്രതീക്ഷയും ഞങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് വനം വകുപ്പിൻ്റെ ഉറപ്പ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെ മാത്രം ഉറപ്പ് മതിയെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് ഫോറസ്റ്റുകാർ ചെയ്യുന്ന ഒരു ഉറപ്പും നാളെ ഇതുവരെ പരിപാലിച്ചിട്ടില്ല. ഇപ്പം ഇവിടെ ഫെൻസിങ് ഇട്ടിട്ട് അത് നന്നായിട്ട് പരിപാലിക്കുകയും ഇവിടെ ഫോറസ്റ്റുകാർ ബീറ്റ് പരേഡ് വൈകിട്ടായി പട്രോളിങ് നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ആനശല്യമൊക്കെ ഒരു പരിധിവരെ തടയാം. പക്ഷെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ, ആനയുള്ള ഒരു സമയത്ത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവിടെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ആകെപ്പാടെ കുറച്ച് നാട്ടുകാർ കൂടിയിട്ട് നാട്ടുകാർ തന്നെയാണ് ആന ഇറങ്ങിക്കുമ്പോൾ ആനയെ ഓടിച്ചു വിട്ടിട്ട് യാത്രക്കാർക്ക് നടന്നു പോകുന്നവർക്കും വാഹനങ്ങൾക്കും പോകാനുള്ള സൗകര്യം ഒരുക്കുന്നത്. ഒരു 90% നാട്ടുകാരും പിന്നെ കുറച്ച് വാച്ചർമാരെ സഹായിക്കുന്നുണ്ട്. അതല്ലാതെ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളുമില്ല. അവർ തരുന്ന ഉറപ്പ് നാളെ ഇതുവരെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിട്ടുള്ളൂ. യാതൊന്നും അവർ ചെയ്തിട്ടില്ല. അത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ അത്രയും വലിയ പ്രക്ഷോഭം അവിടെ ഉണ്ടാകാനുള്ള കാരണം തന്നെ ഈ വനം വകുപ്പിലുള്ള വിശ്വാസ്യത ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഒരു 15 വർഷത്തിനുള്ളിൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ ആർക്കും യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. ആന വന്നു കളയും, കുരങ്ങ്, തേങ്ങ, കൊക്കോ അതുപോലുള്ള സാധനങ്ങൾ, കുരങ്ങ്, അണ്ണാൻ, മുള്ളൻ പന്നി, മരപ്പെട്ടി, ഇതുപോലുള്ള എല്ലാ ജീവികളും, കാട്ടിൽ ഏതൊക്കെ ജീവിയുണ്ടോ ആ ജീവികളെല്ലാം നാട്ടിലാണ്. ഇപ്പോൾ കാട്ടിൽ ജീവികളുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമാണ്. അതുപോലെ കൃഷി എന്ന് പറയുന്ന സംഭവം കുട്ടമ്പുഴ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 80% കുറഞ്ഞിട്ടുണ്ടാവും. 20% ആളുകൾ പോലും കൃഷിയെ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് വീടും സ്ഥലവും ഉപേക്ഷിച്ച് പോന്നിട്ടുള്ള ആളുകൾ നിങ്ങൾ അത് മാത്രമല്ല, ഇപ്പൊ കൃഷി ചെയ്തൊക്കെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി ജോലി ചെയ്യുന്നത്. എൽദോസും അങ്ങനെ തന്നെ എറണാകുളത്ത് ഒരു സെക്യൂരിറ്റി ജോലിക്ക് പോയി രാത്രി തിരിച്ചെത്തുമ്പോൾ ഒരു സുരക്ഷിതത്വവും അദ്ദേഹത്തിന് ജീവനില്ല എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിന് ഈ ജീവൻ നഷ്ടമാകാനുള്ള കാരണം. വഴിവിളക്ക് പോലും ഇല്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത്രയധികം വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരിടത്ത് വഴിവിളക്ക് സ്ഥാപിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. അത് എത്രയോ കാലങ്ങളായി അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ അതിലേക്ക് എന്തുകൊണ്ടാണ് ഇവർ കണ്ണടയ്ക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയത് നാണക്കേട് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് എന്ന് പറയാതെ വയ്യ. ഇപ്പൊ നിലവിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? മാഡം പറഞ്ഞല്ലോ, നാണക്കേടാന്ന് പറഞ്ഞല്ലോ. നിലവിൽ വനം വകുപ്പ് നാഥനില്ലാത്തൊരു കളരിയാണ്. വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഉണ്ടാകുന്ന ഓരോ ഇൻസിഡൻറ്റിലും അദ്ദേഹം പറയുന്ന സ്ഥിരം ഒരു ഡയലോഗുണ്ട്. ആ നടന്ന സംഭവത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്, ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ച് പുള്ളി ഒരു ഫോളോ അപ്പ് നടത്തുകയോ അന്ന് സ്വീകരിച്ച നടപടിക്ക് പിന്നീട് അതിന് മറുപടിയായിട്ട് അതിന് ഫോളോ അപ്പ് നടത്തി അത് തുടർന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് വരെയും ഒരു ഫോളോ അപ്പിനുള്ള അവസരം കൊടുത്തിട്ടില്ല. അത് മന്ത്രിയിൽ നിന്ന്, വകുപ്പ് മന്ത്രിയിൽ നിന്ന് നിർദ്ദേശം കിട്ടാതെ ഉദ്യോഗസ്ഥന്മാരും ചെയ്യും. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ മേഖലയിൽ എന്തൊക്കെ വേണം അടിയന്തരമായി? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിരന്തരമായി ശല്യമുള്ള ട്രെഞ്ച് താത്തുക. ട്രെഞ്ചാണ് ഇതിനകത്ത്. അതിപ്പോ പണി നടക്കുന്നുണ്ട്. അത് താൽക്കാലികമായിട്ട് ഇന്ന് ഒരു സംഭവം ഉണ്ടായപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ 10-15 വർഷമായിട്ട് ഞങ്ങളുടെ അനുഭവത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ആ ഒരാഴ്ച നിങ്ങൾക്ക് തന്നെ കണ്ടു മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു 10-15 ദിവസത്തിനുള്ളിൽ അത് നിന്നു പോകും.
പിന്നീട് അത് തുടർന്ന് കൊണ്ടുപോകാനോ അതിൻ്റെ പണികൾ എന്തായെന്ന് ഇപ്പോൾ കളക്ടർ ഇന്നലെ ഒരു വാക്ക് തന്നിട്ടുണ്ട്. 27-ാം തീയതി ഇതിൻ്റെ ഫോളോപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കളക്ടർ പറഞ്ഞ വാക്കാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒരിക്കൽ പോലും ഇത്രയും സംഭവങ്ങളുണ്ടായി. ട്രെഞ്ച് കൂടാതെ വഴിവിളക്ക്, സോളാർ ഫെൻസിംഗ്. വഴിവിളക്ക് സർക്കാർ ഏജൻസികൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഞങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു പന്തം കത്തിച്ചുകൊണ്ട് പോകാൻ ഒരു ഈറ്റ വെട്ടിയാൽ ഞങ്ങളുടെ പേരിൽ കേസെടുക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പണി. ഒരു എലീനെ കൊന്ന കേസെടുക്കും. ഞങ്ങൾക്ക് വേറെ സംവിധാനങ്ങളില്ല. ഞങ്ങൾ ഇപ്പം ഞങ്ങൾ പന്തത്തിന് വേണ്ടി ഞങ്ങൾ കാട്ടിക്കൂടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വഴിക്ക് വെട്ടമില്ലാണ്ട് ഒരു പന്തത്തിന് വേണ്ടി ഒരു ഈറ്റ വെട്ടി കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിൽ കേസെടുക്കുന്ന ഒരു തൊഴിൽ മാത്രമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുള്ളൂ. അതാണ് നാഥനില്ലാതെ അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കാൻ ആളില്ല. അതെ, അടിയന്തരമായി തന്നെ വേണമെന്നുള്ളതാണ്. വളരെ ചുരുക്കി നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഒരൊറ്റ വരിയിൽ പറഞ്ഞു അവസാനിപ്പിക്കും. സത്യത്തിലേ ഈ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ എൻ്റെ സിസ്റ്റം തന്നെ ഫെയിലിയറാണ്. അതായത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ ജനപ്രതിനിധികളടക്കം വന്ന് പറയുന്നു എന്നുള്ളൂ. പിന്നെ ശശീന്ദ്രൻ മന്ത്രിയെ സംബന്ധിച്ചോളം നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളൊരു 3000 രൂപ കൊടുത്ത് ഒരു നാടൻ പശുവിനെ മേടിച്ചിട്ട് 25 ലിറ്റർ പാല് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അയലോക്കത്തെ ഒന്ന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 3000 രൂപ കൊടുത്ത് നമ്മളൊരു നാടൻ പശുവിനെ മേടിക്കുമ്പോൾ അതിന് കറവ കുറവാണെന്ന് നമ്മൾ വിചാരിക്കണം. അപ്പം പശുവിനെ മേടിച്ചവനെ കുറിച്ച് പറഞ്ഞാൽ മതി, അല്ലാതെ പശുവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുകയാണ്. തികച്ചും ന്യായമായ ആവശ്യം. ഞങ്ങളുടെ ജീവന് വിലയില്ലേ എന്നുള്ളതാണ് കോതമംഗലത്തുള്ളവർ, കുട്ടമ്പുഴ നിവാസികൾ ചോദിക്കുന്നത്. തുടർച്ചയായി ഇവിടെ നിന്ന് വന്യമൃഗശല്യത്തിന്റെ ആക്രമണത്തിന്റെ വാർത്തകൾ, ഏറ്റവും ഒടുവിലായി ഒരു മരണം കൂടി സംഭവിക്കുന്നു. ഇപ്പോൾ ദ്രുതഗതിയിൽ ചില കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും പ്രതീക്ഷയില്ല എന്ന് പറയുകയാണ് ഇവർ. ഏതായാലും അടിയന്തരമായി തന്നെ ഇത്തരം മേഖലകളിലുള്ളവരുടെ ജീവന് വിലയുണ്ട് എന്നത് സർക്കാർ തെളിയിക്കേണ്ടതാണ്. ഇനി സർക്കാരാണ് പ്രവർത്തിക്കേണ്ടത്. ഞങ്ങൾ ആ പ്രതീക്ഷയിൽ ഇന്നത്തെ ന്യൂസ് ഈവനിംഗ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ വിഷയവുമായി ഇത്തരം മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലും, പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി ന്യൂസ് ഈവനിംഗ് അവസാനിക്കുകയാണ്.